الحمد لله نحمده ونستعينه ونستغفره ونتوب إليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله فإن خير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസി വിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനാ നിർദ്ദേശങ്ങൾ ജീവിതത്തിന്റെ രഹസ്യവും പരസ്യവുമായ എല്ലാ മേഖലകളിലും കാത്തു സൂക്ഷിച്ച് ജീവിക്കണമെന്ന് സ്വന്തത്തോടും നിങ്ങളോട് ഓരോരുത്തരോടും ആദ്യമായി ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. ഞാനും നിങ്ങളും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ദുനിയാവിലെ ജീവിതം നമ്മുടെ സ്രഷ്ടാവും പരിപാലകനുമായ അല്ലാഹു നമ്മെ പരീക്ഷിക്കുന്നതിന് വേണ്ടി നൽകിയതാണെന്ന ബോധത്തോടു കൂടി ഏതൊരു സമയത്തും നാം ആഗ്രഹിച്ചാലും ഇല്ലെങ്കിലും ഈ ഇഹലോകം വിട്ട് വിട പറയേണ്ടവരാണെന്ന ബോധ്യത്തോടു കൂടി വരാനിരിക്കുന്ന സ്വർഗ നരക ലോകത്ത് നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ട് സ്വർഗത്തിൽ പ്രവേശിക്കാൻ വിശുദ്ധ ഖുർആനും പ്രവാചക ചര്യയും നമുക്ക് പഠിപ്പിച്ചു തരുന്ന മുഴുവൻ കാര്യങ്ങളും വളരെ സന്തോഷത്തോടെ ജീവിതത്തിൽ ശ്രദ്ധിച്ചുകൊണ്ട് മുന്നോട്ട് പോകണമെന്നും പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ്. ലോകത്തുള്ള പൊതുവെയുള്ള ജനങ്ങളിൽ നിന്നും വ്യത്യസ്തരാണ് ഇവിടെ ഒരുമിച്ച് കൂടിയ വിശ്വാസികളായ ഞാനും നിങ്ങളും. കാരണം നമ്മുടെ ഓരോ പ്രവർത്തനങ്ങൾക്കും കൃത്യമായ ലക്ഷ്യമുണ്ട്. കൃത്യമായ ലക്ഷ്യത്തോടെ പ്രവർത്തിക്കുന്നവരെയാണ് സാധാരണ സ്മാർട്ട് വർക്ക് ചെയ്യുന്നവർ എന്ന് പറയാറുള്ളത്. നാം ചെയ്യുന്ന സകല പ്രവർത്തനങ്ങളും സ്രഷ്ടാവ് കാണുമെന്ന ബോധത്തോടെ നന്മയായ എല്ലാ പ്രവർത്തനങ്ങൾക്കും ലോകസ്രഷ്ടാവായ അല്ലാഹുവിങ്കിൽ നിന്ന് പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്നവരാണ്, അതല്ലെങ്കിൽ ആ രൂപത്തിൽ മുന്നോട്ട് പോകുന്നവരാണ് നാം ഓരോരുത്തരും. കാരണം വിശുദ്ധ ഖുർആൻ ഒരുപാട് സ്ഥലങ്ങളിൽ നമുക്ക് ദിനേന ആവർത്തിച്ച് ഓരോ നമസ്കാര വേളയിലും പലപ്പോഴും ചൊല്ലാറുള്ള സൂറത്തുകൾ, ചെറിയ ചെറിയ അധ്യായങ്ങൾ, അതിലൂടെയൊക്കെ നമ്മെ ബോധ്യപ്പെടുത്തുന്ന കാര്യം അത് നമ്മൾ റബ്ബിന്റെ അടുക്കിലേക്ക് എത്തും, അവിടെ വെച്ച് പ്രവർത്തനങ്ങൾ കാണേണ്ടി വരും. സൂറത്തു സിൽസിലയിൽ നമുക്കൊക്കെ മനഃപ്പാഠമുള്ള യൗമൈദിൻ യസ്ദുറുന്നാസു അശ്താതൻ ലിയുറൗ അഅമാലഹും, അങ്ങനെ ഭംഗിയായിട്ട് പാരായണം ചെയ്തു പോകുന്ന അധ്യായമാണ്. അന്നേ ദിവസം ജനങ്ങളെല്ലാവരും സംഘങ്ങളായി പുറപ്പെടുന്നതാണ്. മനുഷ്യർ പല സംഘങ്ങളായിട്ട് പുറപ്പെടും. ലിയുറൗ അഅമാലഹും, അവർക്ക് അവരുടെ കർമ്മങ്ങൾ കാണിക്കപ്പെടേണ്ടതിനായിട്ട്.
ഇതാണ് നമ്മുടെ മനസ്സിൽ ഓരോ നന്മയായ പ്രവർത്തനങ്ങൾ ചെയ്യുന്ന സമയത്തും ഉണ്ടാകേണ്ടുന്നൊരു പ്രതീക്ഷയും. എന്റെ കർമ്മങ്ങൾ എന്റെ റബ്ബ് കാണിച്ചു തരുന്ന ഒരു ദിവസം, ആ ദിവസത്തെ കുറിച്ച് ഓർത്ത് ചെയ്യുന്നുവെങ്കിൽ നമ്മൾ നന്മ ചെയ്യാൻ പ്രത്യേക ഒരു ആവേശം ഉണ്ടാവും. ആ നന്മകൾക്ക്, സൽപ്രവർത്തനമായ ഒരു കാര്യത്തിന് കൂടെയുള്ളവർ അംഗീകാരമുണ്ടെങ്കിലും ഇല്ലെങ്കിലും, പ്രോത്സാഹനമുണ്ടെങ്കിലും ഇല്ലെങ്കിലും നമ്മൾ സ്വയം ഉത്സാഹികളായിട്ട് മാറും നന്മകൾ ചെയ്യുവാൻ എന്നതാണ്. കാരണം ഏത് പ്രവർത്തനവും അതിന് ആവേശമുണ്ടാക്കുക ഞാൻ എന്റെ റബ്ബിന്റെ മുമ്പിൽ ഒറ്റയ്ക്ക് നിൽക്കേണ്ടി വരും എന്നതാണ്. ഒരു പരീക്ഷ അടുക്കുമ്പോൾ പരീക്ഷയ്ക്ക് പഠിക്കാൻ ആവേശമുണ്ടാകാറുണ്ട്. കാരണം ഇനി രക്ഷല്ല. ഏത് കളിച്ചവനും ആ കളിയൊക്കെ ഒന്ന് അവസാനിപ്പിക്കും, കുറച്ചെങ്കിലും ബോധമുണ്ടെങ്കിൽ. നാളെ ഞാൻ എന്റെ റബ്ബിന്റെ മുമ്പിൽ ഒറ്റയ്ക്ക് നിൽക്കേണ്ടി വരുമെന്നൊരു ബോധം. ഓരോ കർമ്മങ്ങൾക്കും ഞാൻ മറുപടി പറയേണ്ടി വരും. വിശുദ്ധ ഖുർആനിന്റെ 1-2 സ്ഥലങ്ങളിലെ പരാമർശങ്ങൾ നോക്കൂ നിങ്ങൾ. മനുഷ്യർ തന്റെ ദേഹേച്ഛയെ, തനിക്കിഷ്ടമുള്ളത്, എന്നത് പൊതുവെ ആളുകൾ പറയുന്നത് മൈ ചോയ്സ് എന്നാണ്. യഥാർത്ഥത്തിൽ അതിന് യാതൊരു ചാൻസും ഇല്ല. എനിക്ക് ആയുസ് തന്ന എന്റെ റബ്ബ് അവൻ വിചാരിക്കുന്ന സമയത്ത് എന്നെ ഇവിടെ തിരിച്ചു വിളിക്കുന്ന ആ ഇടവേളയിൽ ഇവിടെ ജീവിക്കുമ്പോ ഞാൻ എങ്ങനെ ജീവിക്കണം എന്നതും ആ റബ്ബ് നിർദ്ദേശിച്ചു തന്നിട്ടുണ്ട്. ആ റബ്ബിന്റെ നിർദ്ദേശമനുസരിച്ച് ദേഹേച്ഛയെ പിടിച്ചുവെച്ച് പരലോകത്ത് സ്വർഗത്തിൽ പ്രവേശിക്കുന്ന ആളുകളുടെ ഗുണം പറഞ്ഞ സൂറത്തു നാസിആത്തിലെ വചനം കാണാതെ പഠിച്ചതാണ് നമ്മൾ. വഅമ്മാമൻ ഖാഫ മഖാമ റബ്ബി വനഹൻ നഫ്സ അനിൽ ഹവാ ഖാഫ മഖാമ റബ്ബിന. റബ്ബിന്റെ മുമ്പിലുള്ള ആ നൃത്തം, അതിനെ പേടിച്ചുകൊണ്ടാണ് ദേഹേച്ഛയെ അവൻ പിടിച്ചു വെച്ചത്. കൃത്യമായിട്ട് നമസ്കരിക്കുന്നവരെ കുറിച്ച് പറഞ്ഞപ്പോ നമസ്കാരം ഒരിക്കലും അശ്രദ്ധ വരുത്താതെ തന്റെ ജീവിതത്തിന്റെ ഏത് തിരക്കിനിടയിലും നമസ്കാരം കൃത്യമായിട്ട് നിലനിർത്തി പോരുന്നവരെ കുറിച്ച് വിശുദ്ധ ഖുർആൻ സൂറത്തു നൂറിലെ 37-ാമത്തെ വചനത്തില് പരാമർശിച്ച സ്ഥലത്തും യഖാഫൂന യൗമൻ തതഖല്ലബു ഫീഹിൽ ഖുലൂബു വൽ അബ്സാർ, അവർ ഒരു ദിവസത്തെ ഭയപ്പെടുന്നു, ഹൃദയങ്ങളും കണ്ണുകളും ഇളകി മറിയുന്ന ഒരു ദിവസം. അവർ ആ ദിവസത്തെ ഭയപ്പെടുന്നത് കൊണ്ടാണ് ഏത് സമയത്തും ആ നമസ്കാരം കൃത്യമായിട്ട് നിർവഹിക്കുവാൻ അവരെ പ്രേരിപ്പിക്കുന്നത് എന്നാണ്. വിശുദ്ധ ഖുർആൻ സൂറത്തു ഇൻസാൻ നമ്മൾ ഇന്ന് സുബഹിക്ക് വരെ ഇമാം പാരായണം ചെയ്ത ദാനധർമ്മങ്ങൾ ചെയ്യുന്നിടത്ത്, മനുഷ്യരെ, വിശ്വാസികളെ പ്രോത്സാഹിപ്പിക്കുന്ന കാര്യം പറഞ്ഞിടത്തും ഇന്നാ നഖാഫു മിർ റബ്ബിനാ യൗമൻ അബൂസൻ ഖംതരീറാ. എത്ര പ്രാവശ്യം കേട്ടുപോയതാണ് നമ്മൾ. നഖാഫു മിർ റബ്ബിനാ, ഞങ്ങളുടെ രക്ഷിതാവിങ്കിൽ നിന്ന് ആ ദിവസത്തെ ഞങ്ങൾ ഭയപ്പെടുക. അതൊരാൾക്കും സഹിക്കാൻ പറ്റാത്ത, മുഖം ചുളിച്ചു കളയുന്നതായ, ഭയാനകരമായ ആ ദിവസത്തെ ഭയപ്പെടുന്നത് കൊണ്ട് ഞങ്ങൾ ഒരാളിൽ നിന്നും ഞങ്ങൾ ചെയ്യുന്ന നന്മകൾക്ക് തിരിച്ചുള്ള പ്രതിഫലമോ തിരിച്ചുള്ളൊരു നന്ദി വാക്ക് പോലും പ്രതീക്ഷിക്കാതെ ചെയ്യുന്നവരാണ് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ സൃഷ്ടിച്ചു പരിപാലിച്ചു കൊണ്ടിരിക്കുന്നവന്റെ മുമ്പിൽ നമ്മൾ ചെയ്ത ഓരോ കർമ്മങ്ങൾക്കും കണക്ക് ബോധിപ്പിക്കേണ്ട ദിവസത്തെക്കുറിച്ചുള്ള ബോധം എത്രത്തോളം നമ്മുടെ മനസ്സുകളിൽ ഉണ്ടോ, ആ ദിവസത്തെ ഓർത്തുകൊണ്ട് നന്മകൾ ചെയ്യാൻ നമ്മൾ സ്വയം പ്രചോദിതരായിത്തീരും. അന്നേ ദിവസം ഒരു ന്യായവാക്കുകളും അതിന് അവകാശം ഉണ്ടാവൂല. ഇന്ന് പലതിനും ന്യായമാണല്ലോ. എന്തുകൊണ്ട് നമസ്കരിക്കുന്നില്ല, എന്തുകൊണ്ട് നീ സുബഹിക്ക് പള്ളിയിൽ വന്നില്ല, ന്യായമുണ്ടാകും, ന്യായീകരിക്കാനുണ്ടാവും. ലക്ഷങ്ങൾ തട്ടിപ്പ് നടത്തുന്നവന് പോലും ന്യായങ്ങൾ പറയാനുണ്ട്. ഞാൻ അതുകൊണ്ടാണ് ഇതുകൊണ്ടാണെന്ന ന്യായവാദങ്ങൾ പറഞ്ഞ് രക്ഷപ്പെടാം. സൂറത്തു യാസീൻ അൽയൗമ നഖ്തിമു അലാ അഫ്വാഹിഹിം വതുകല്ലിമുനാ ഐദീഹിം വതശ്ഹദു അർജുലുഹും ബിമാ കാനൂ യക്സിബൂൻ. എത്ര പ്രാവശ്യം കാണാൻ നമ്മൾ ഇങ്ങനെ കേട്ട് പരിചയമുള്ള ആയത്താണ്. അന്നേ ദിവസം നഖ്തിമു അലാ അഫ്വാഹിഹിം, അവരുടെ വായകൾക്ക് സീൽ വെക്കപ്പെടുകയും വതുകല്ലിമുനാ ഐദീഹിം, അവരുടെ കൈകൾ നമ്മോട് സംസാരിക്കുകയും വതശ്ഹദു അർജുലുഹും, കാലുകൾ സാക്ഷി നിൽക്കുകയും ചെയ്യുന്ന ദിവസം. എന്തിനാ അതൊക്കെ ചെയ്യാ? ബിമാ കാനൂ യക്സിബൂൻ, നമ്മൾ പ്രവർത്തിച്ചതിന്. ഇന്ന് ഞാൻ സംസാരിക്കുന്ന ഈ സംസാരങ്ങൾക്ക് മുഴുവൻ കാര്യങ്ങൾക്കും
റബ്ബിന്റെ അടുക്കൽ ഇന്ന് നമുക്കെല്ലാത്തിനും ന്യായം പറയാനും പിടിച്ചു നിൽക്കുവാനും സാധ്യമാക്കുന്ന ഈ വായ പറയാറുണ്ടല്ലോ, മിടുക്കുണ്ടെങ്കിൽ ഓടി രക്ഷപ്പെടും. ഓണ് തൊള്ള മിടുക്കുണ്ട്, ഓ എവിടെ രക്ഷപ്പെടും എന്ന് പറയാറ്. അതുകൊണ്ടാണ് പടച്ച റബ്ബ് ഈ വചനം നമ്മുടെ മനസ്സിൽ കയറ്റുന്നത്. അന്ന് തൊള്ളയുടെ മിടുക്കിനനുസരിച്ച് ഫലം ചെയ്യില്ല. കൈകൾ സംസാരിച്ച് നമ്മുടെ കാലുകൾ സാക്ഷി നിൽക്കുന്ന ആ ദിവസത്തെ എത്രത്തോളം നമ്മുടെ മനസ്സുകളിൽ നമുക്ക് കാണാൻ കഴിയുമോ അതിനനുസരിച്ച് നമ്മുടെ ജീവിതത്തിന്റെ ഓരോ വ്യവഹാരങ്ങളും ശുദ്ധമാകും. ഇന്നത്തെ കാലത്ത് പ്രത്യേകിച്ച് ലഹരി വ്യാപകമാവുകയും അതിന് പരിഹാരങ്ങൾ വ്യത്യസ്ത രൂപത്തിൽ നിർദ്ദേശിക്കപ്പെട്ടുകൊണ്ടിരിക്കുക. ഞാൻ ആ സാഹചര്യത്തിലേക്ക് വിശദമായിട്ട് പ്രവേശിക്കാതെ ബോധമുള്ള ആളുകളാണ് ഇവിടെയുള്ള എല്ലാവരും. ചാനലുകളൊക്കെ ചർച്ച ചെയ്ത് അതിന്റെ ഓരോ വിഷയങ്ങളിലേക്ക് ആഴ്ന്നിറങ്ങുന്ന സമയത്ത് നമ്മൾ ആലോചിക്കേണ്ടത് നമ്മുടെ കുടുംബത്തിൽ വളർത്തിയെടുക്കേണ്ട ബോധം. ഇതിനിപ്പോ ഒരു ജാഥ വെച്ചാൽ, ഒരു റാലി വെച്ചാൽ ആവേശത്തോടെ അതിൽ കക്ഷിഭേദമന്യ ആളുകൾ പങ്കുചേരും. അതൊന്നും വേണ്ടാന്നോ? അതിനെതിരെയുള്ള കൃത്യമായ പ്രവർത്തനങ്ങൾ അത് സ്ഥാപനങ്ങളിലും നമ്മുടെ വീടുകളിലും മുഴുവൻ സ്ഥലങ്ങളിൽ നടക്കണം. അത് വേണ്ട എന്നതല്ല എന്റെ ഈ സംസാരത്തിൽ ഞാൻ പറയുന്നത്. മറിച്ച് നമ്മുടെ പിഞ്ചുമക്കളുടെ മനസ്സിന്റെ ഉള്ളിലേക്ക്, കുടുംബത്തിന്റെ ഓരോ അംഗങ്ങളുടെ ഉള്ളിലേക്കും നമ്മൾ കയറ്റി വെക്കാൻ ശ്രമിക്കേണ്ട ബോധം. മോനെ, ഈ ജീവിതം എന്ന് പറയുന്നത്, മകളെ, ഈ ജീവിതം എന്ന് പറയുന്നത് ഇവിടം കളിക്കാനും രസിക്കാനും ഉല്ലസിക്കാനും മാത്രം തന്നതല്ല എന്റെയും നിന്റെയും റബ്ബ് എന്ന ബോധമാണ്. മറിച്ച് ഇവിടെ അനുഭവിക്കുന്ന ഓരോന്നിലൂടെയും, ഞാൻ ചെയ്യുന്ന ഓരോ കർമ്മത്തിലൂടെയും, എനിക്ക് തന്ന മുഴുവൻ അനുഗ്രഹത്തിലൂടെയും, എനിക്ക് തന്ന സമയത്തിലൂടെയും നമ്മുടെ റബ്ബ് നമ്മെ പരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. നന്മ ചെയ്യുന്നുവോ എന്ന പരീക്ഷണത്തിന് വേണ്ടി നൽകിയതാണ് ഈ ജീവിതം എന്ന ബോധം നമുക്ക് നമ്മുടെ മക്കളുടെ മനസ്സുകളിലേക്ക് എത്രത്തോളം കയറ്റിക്കൊടുക്കുവാൻ സാധിക്കുന്നുവോ അതിനനുസരിച്ച് അവൻ മുഴുവൻ തിന്മകളിൽ നിന്ന് മാറി നിൽക്കുവാനും സ്വയം നന്മകൾ ചെയ്യുവാനും അവന് സ്വാഭാവികമായിട്ട് സാധിക്കും. ഒരു നേരം നമസ്കാരം ഒരിക്കലും അവൻ ഉപേക്ഷിക്കില്ല. അവൻ ഒരാളെയും ചതിക്കില്ല. അവൻ കളവ് പറയില്ല. കുടുംബ ബന്ധങ്ങൾ മുറിക്കില്ല. മാതാപിതാക്കളെ ഉപദ്രവിക്കില്ല. മുതിർന്നവരോട് അനാദരവൻ കാണിക്കില്ല. അതുകൊണ്ട് നമ്മുടെ മക്കളുടെ, നമ്മുടെയൊക്കെ മനസ്സുകളിലേക്ക് നിരന്തരമായിട്ട് കുത്തിവെക്കാൻ നമ്മൾ ശ്രമിക്കേണ്ടതെന്ന് പറയുന്നത്, ഈ ജീവിതം അവസാനിക്കും ഏത് സമയത്തും. ഏത് സമയത്തും ഈ പറയുന്ന ഞാൻ ചിലപ്പോൾ ഇവിടെ നിന്ന് പൂർത്തീകരിച്ച് എനിക്ക് ഇറങ്ങാൻ കഴിയുമെന്ന് ഒരു ഉറപ്പുമില്ലാത്ത, ഒരു ഗ്യാരണ്ടിയും നമ്മുടെ കയ്യിലില്ലാത്ത ഈ ജീവിതം എന്ന ബോധം എത്രത്തോളം നമ്മുടെ മനസ്സിന്റെ ഉള്ളിലേക്ക് കയറിയോ അതിനനുസരിച്ച് എല്ലാവിധ നന്മകൾ സമയത്ത് ചെയ്യുവാനും ഒരു തിന്മകളും ചെയ്യാതിരിക്കാൻ. തിന്മകൾ ചെയ്യുമ്പോൾ നമ്മൾ ഓർക്കണം, ആ തിന്മ ചെയ്യുന്ന സമയത്ത് എന്റെ ആയുസ്സിനെ പടച്ചറബ് അവസാനിപ്പിച്ചു കഴിഞ്ഞാൽ എനിക്ക് തൗബ ചെയ്യാൻ പോലും സമയമുണ്ടാകില്ല. പടച്ചറബ് തന്ന സമയത്ത്, പടച്ചറബ് ഇപ്പോൾ എനിക്ക് അനുവദിച്ച സമയത്ത് തിന്മകളിൽ നിന്ന് തൗബ ചെയ്തും ഒരിക്കലും നന്മകൾക്ക് ബാക്കിൽ നിൽക്കാതെ നന്മകൾക്ക് മുന്നോട്ട് കുതിച്ച് ജീവിക്കാനായിരിക്കണം നമ്മുടെ ഓരോ സമയവും നാം ചിലവഴിക്കേണ്ടത്. ആ രൂപത്തിൽ പരലോകത്തെ ഓർത്ത് നന്മകൾ ചെയ്തും തിന്മകളിൽ നിന്ന് വിട്ടുനിന്നും ജീവിക്കുന്നവരുടെ കൂട്ടത്തിൽ അല്ലാഹു എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസ്ഹബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. യാ അയ്യുഹല്ലദീന ആമനൂ തഖുല്ലാഹ ഹഖ്ക തുഖാതി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. അല്ലാഹുവിന്റെ കൽപ്പനാ നിർദ്ദേശങ്ങൾ ജീവിതത്തിലുടനീളം പാലിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഉണർത്തുകയാണ്, വസീയത്ത് ചെയ്യുകയാണ്. നമ്മുടെ മുമ്പിലൂടെ ജീവിച്ചു കൊണ്ടിരിക്കുന്ന നമ്മുടെ പുതുതലമുറയിലെ ആദർശ പാപ്പരത്വവും വഴിവിട്ട സഞ്ചാരവും ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ആശങ്കയോടെ നോക്കിക്കണ്ടുകൊണ്ടിരിക്കുകയാണ്. എല്ലാവർക്കും ആവലാദികളും വേവലാദികളുമൊക്കെ തലമുറയിലെ പോക്കിനെ കുറിച്ചുണ്ട്, സ്ഥാപനങ്ങളിലെ വിദ്യാർത്ഥികളെ കുറിച്ചുണ്ട്, വേണ്ട കുടുംബത്തിലെ മക്കളെ കുറിച്ച് പോലുമുണ്ട്. ഇതിനൊക്കെയുള്ള പരിഹാരം യഥാർത്ഥത്തിൽ ഇസ്ലാമാണ്.
ആ ഇസ്ലാമിന്റെ ആത്യന്തിക രേഖയായ വിശുദ്ധ ഖുർആനാണ്. വിശുദ്ധ ഖുർആൻ കൈകളിലുണ്ടായാൽ, വിശുദ്ധ ഖുർആനെ മുറുകെ പിടിക്കുന്ന ഒരു സ്വഭാവം തലമുറയിലുണ്ടായാൽ, കുടുംബത്തിലുണ്ടായാൽ അത് വഴിപിയക്കില്ല. സൂറത്തുൽ ഇസ്രാ 9-ാമത്തെ ആയത്ത്, ഇന്ന ഹാദൽ ഖുർആന യഹ്ദീ ലില്ലതീ ഹിയ അഖ്വം. ഈ ഖുർആൻ അത് ഏറ്റവും നേരായതിലേക്ക് വഴി നടത്തുന്നു. ഈ ഒരു ചിന്ത, ഈ ഖുർആനിനെ മുറുകെ പിടിച്ചു കഴിഞ്ഞാൽ ഏറ്റവും നല്ല രൂപത്തിൽ, ഏറ്റവും നല്ല ദുനിയാവിലെ ഏറ്റവും നല്ല രൂപത്തിലേക്ക് ജീവിക്കാൻ കഴിയും എന്നതിന് സാക്ഷികളാണ് ഈ അരീക്കോട്ടുകാർ, ഈ പ്രദേശത്തുകാർ, ചുറ്റുമുള്ളവർ. ഖുർആനിനെ മുറുകെ പിടിച്ചതിന്റെ ഫലമാണ് ഇപ്പോൾ നാം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന സുഖ സൗകര്യങ്ങൾ മുഴുവൻ എന്ന് ഞാൻ പറഞ്ഞാൽ അത് തെറ്റായില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വിശുദ്ധ ഖുർആൻ നമ്മുടെ കൈകളിൽ ഇപ്പോഴുമുണ്ട്. ആ ഖുർആനിന്റെ സുഗന്ധം, ആ ഖുർആനിന്റെ അധ്യാപനങ്ങൾ പുതുതലമുറകളിലേക്കും പകർന്നു കൊടുക്കാൻ അതിൽ യാതൊരു എക്സ്ക്യൂസും ഉണ്ടാകരുത്. ആ ഖുർആൻ പഠിക്കുക, അതിന്റെ ആശയങ്ങൾ കുട്ടികൾ മനസ്സിലാക്കുക, അതിനെ നെഞ്ചോട് ചേർക്കുക. അത് ഏതെങ്കിലും ഒരു റമദാൻ വരുമ്പോ ഒരു സ്പെഷ്യൽ ഡേയ്സിൽ ഓതാനുള്ളതോ അത് ഓതി തീർക്കാനുള്ളതോ അല്ല, മറിച്ച് എന്റെ ജീവിതത്തിന്റെ വഴികാട്ടിയായിട്ട് എന്ന് ഖുർആനിനെ നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയുമോ, ഖുർആൻ ഓതാത്തൊരു ദിവസം കഴിഞ്ഞു പോകരുത്. ഖുർആനിന്റെ ഒരു വചനം കേട്ടാൽ അത് എവിടെയെങ്കിലും കൊണ്ടുപോയി വെക്കാനുള്ളതെന്ന മനസ്സിലേക്ക് വരരുത്. മറിച്ച് എനിക്ക് ശ്വസനവായു തന്നുകൊണ്ടിരിക്കുന്ന എന്റെ റബ്ബനോട് സംസാരിക്കുന്നതാണ് ഖുർആൻ എന്ന ബോധത്തോടുകൂടി ഖുർആനിനെ സമീപിക്കാൻ കഴിഞ്ഞതിന്റെ ഫലം ഇന്ന് നമ്മൾ അനുഭവിക്കുന്നു. ഇത് നമുക്ക് നിലനിർത്തിക്കൊണ്ടുപോകണം. ആശങ്കകൾ, ന്യൂജൻ ടീമിനെ കുറിച്ച് ആശങ്കകൾ ഒക്കെയുണ്ട്. പക്ഷെ ആശങ്കകൾക്കപ്പുറത്ത് പരിഹാരം നമുക്കുള്ളത് ഇത് കൃത്യമായിട്ട് തലമുറകളിലേക്ക്, കുടുംബങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. അത് കുടുംബനാഥന്മാർക്ക് കൂടുതൽ ബാധ്യതകളുണ്ട്. പലപ്പോഴും കുടുംബനാഥന്മാർക്ക് ബാധ്യതകൾ എന്ന് പറയുമ്പോൾ ന്യൂജൻ രക്ഷിതാക്കൾ ഒന്ന് ഗൗരവത്തിൽ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഞാൻ ഖുർആനുമായിട്ടുള്ള ബന്ധം എന്താ, ആ ഖുർആൻ ഞാൻ എത്രത്തോളം പഠിച്ചത്, എനിക്കെത്രത്തോളം ആ ഖുർആനിന്റെ അധ്യാപനങ്ങൾ അറിയാം എന്നത് നമ്മൾ സ്വയം വിലയിരുത്തി നോക്കുക. അത് തലമുറകളിലേക്ക് എത്തിക്കാൻ ശ്രമിച്ചാൽ യാതൊരു ഭയപ്പാടിന്റെ ആവശ്യവും യഥാർത്ഥത്തിൽ ഉണ്ടാകില്ല. ആരെയും പിടിച്ചു കെട്ടാൻ കഴിയുന്ന ഗ്രന്ഥമാണ് ഖുർആൻ. ഏത് തലമുറയെയും നന്നാക്കിയെടുക്കുവാൻ, അവർ സമൂഹത്തിന്റെ ഏറ്റവും ഉന്നത തലങ്ങളിലേക്ക് അവരെ ഉയർത്തിക്കൊണ്ടുപോകാൻ സാധിച്ച, സാക്ഷി നിന്ന ഗ്രന്ഥമാണ് ഖുർആൻ എന്നത് തിരിച്ചറിഞ്ഞ ഖുർആനിലെ നെഞ്ചിലേറ്റി ജീവിക്കാനും അത് കുടുംബത്തിലേക്കും പുതുതലമുറകളിലേക്കും എത്തിച്ചു കൊടുക്കുന്ന വിഷയത്തിൽ അതിശക്തമായ പ്രവർത്തനങ്ങളിൽ നാം ഓരോരുത്തരും ഇടപെടണം എന്നതുകൂടി പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ്. അതിന് അള്ളാഹു എന്നെയും നിങ്ങളെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവെ കൂടുതലായിട്ട് വിശുദ്ധ ഖുർആനും തിരുവചനങ്ങളും പഠിക്കുവാനും അത് ജീവിതത്തിൽ പകർത്തിക്കൊണ്ട് ജീവിക്കുവാനും ഞങ്ങളെല്ലാവരെയും നീ അനുഗ്രഹിക്കണേ റബ്ബേ. അള്ളാഹു, ഞങ്ങൾക്കിടയിൽ രോഗങ്ങൾ കൊണ്ടും അല്ലാതെയും കഷ്ടപ്പാടുകളും പ്രയാസങ്ങളും അനുഭവിക്കുന്ന ധാരാളം ആളുകളുണ്ട്. പ്രത്യേകമായിട്ട് പ്രാർത്ഥനയ്ക്ക് വസീയത്ത് ചെയ്തിട്ടുള്ള സഹോദരങ്ങളും സഹോദരിമാരുമുണ്ട്. അള്ളാഹു, എല്ലാവരുടെയും കഷ്ടപ്പാടുകളും പ്രയാസങ്ങളും നീ ദൂരീകരിച്ചു കൊടുക്കണേ റബ്ബേ. അള്ളാഹു, ജീവിതത്തിൽ എവിടെയെങ്കിലും തിന്മകൾ ബാക്കി നിൽക്കുന്നുണ്ട് എങ്കിൽ ആ തിന്മകളിൽ നിന്ന് മാറി നിൽക്കുവാനും ആ സ്ഥാനത്ത് പകരം നന്മകൾ ചെയ്യുവാനുള്ള തൗഫീഖും ഞങ്ങൾക്ക് എല്ലാവർക്കും നീ നൽകി അനുഗ്രഹിക്കണേ റബ്ബേ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب. اللهم يا مقلب القلوب ثبت قلوبنا على الإيمان والتقوى. اللهم يا مقلب القلوب ثبت قلوبنا على الإيمان والتقوى. اللهم يا مقلب القلوب ثبت قلوبنا على الإيمان والتقوى. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار.
ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين آمين برحمتك يا أرحم الراحمين وصلى الله على نبيه والحمد لله رب العالمين.